13, 14, 15 തീയതികളിലായി വടകരയിൽ നടക്കുന്ന കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ സ്വാഗത സംഘം ഓഫീസ് കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പോലുള്ള സാഹിത്യോത്സവങ്ങൾ നാടിന്റെ സാംസ്കാരിക പൊലിമ വിളിച്ചോതുന്നതാണെന്നും ഇത് നാടിനാകെ വെളിച്ചമാണെന്നും എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ അഭിപ്രായപ്പെട്ടു. വടകരയിൽ ഡിസംബർ 13, 14, 15 തീയതികളിൽ നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടത്തനാട് സാഹിത്യോത്സവത്തിന്റെ 2ാം പതിപ്പ് ഈ മാസം 13, 14, 15 തീയതികളിൽ നടക്കുകയാണ്. പൂർവാധികം ഗംഭീരമായി നടത്തണം എന്നാണ് സംഘാടകർ ആഗ്രഹിക്കുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഷാഫി പറമ്പിൽ MP, ജയമോഹൻ, CV ബാലകൃഷ്ണൻ, MN കാരശ്ശേരി, സുനിൽ P ഇളയിടം, TV മധു, VT മുരളി, V സനൽ, VR സുധീഷ് എന്നിങ്ങനെ പ്രമുഖരായ എഴുത്തുകാർ, കലാകാരന്മാർ ഒക്കെ ഈ 3 ദിവസ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. നിരവധിയായിട്ടുള്ള ആധുനികങ്ങളും പ്രസക്തങ്ങളുമായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ സംസാരിക്കപ്പെടുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പരിസ്ഥിതി, അതുപോലെ സാഹിത്യം, രാഷ്ട്രീയം എല്ലാം ഇവിടെ ചർച്ചയ്ക്ക് വിധേയമായി തീരുന്നു. കഥകളി പദങ്ങൾ ഉണ്ട്, സംഗീതം, ഫ്ലൂട്ട്, അതുപോലെ VT മുരളി, VR സുധീഷ് നടത്തുന്ന P ഭാസ്കരൻ സ്മൃതി, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കഥാപാത്രങ്ങളെയും കഥാപരിസരങ്ങളെയും ആവിഷ്കരിക്കുന്ന ഫോട്ടോ പ്രദർശനം, അങ്ങനെ നിരവധിയായ പരിപാടി. ചടങ്ങിൽ ഫെസ്റ്റിവൽ ചെയർമാൻ I മൂസ അധ്യക്ഷത വഹിച്ചു. ലത്തീഫ് കല്ലറയിൽ, PK ഹബീബ്, ഹരീന്ദ്രൻ കരിമ്പനപ്പാലം, EK ശീതൽരാജ്, VP സർവോത്തമൻ, പ്രതാപ് മൊണാലിസ, എളമ്പിലാട് നാരായണൻ, ബിജുൽ ആയാടത്തിൽ, സജിത് മാരാർ എന്നിവർ സംസാരിച്ചു. കടത്തനാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2023 അതിവിപുലമായ രീതിയിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള സാഹിത്യകാരന്മാർ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, കലാരംഗത്തെ പ്രശസ്തർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സാഹിത്യോത്സവം സംഘടിപ്പിച്ചു. സംഘാടകരായ ഞങ്ങളെപ്പോലും വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള പിന്തുണയാണ് വടകരയിലെ സഹൃദരായ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത്. ആ 1ാം പതിപ്പിൻ്റെ വിജയത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ 2ാം പതിപ്പിന് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖരായ സാഹിത്യകാരന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ ആയമേറിയ ചർച്ചകളും സംവാദങ്ങളും ഈ സാഹിത്യോത്സവത്തിൽ ഉണ്ടാകും.